തിരുവനന്തപുരം കാട്ടാക്കടയിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ അഗ്നിബാധ. ഗോഡൌണും കടയും പൂർണ്ണമായും കത്തിനശിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ കെടുത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എപ്പോഴായിരുന്നു സംഭവം? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയോ? അതിന് ഇന്ന് വെളുപ്പിന് 1:30 മണിയോടുകൂടിയാണ് കാട്ടാക്കട ജംഗ്ഷന് സമീപത്തുള്ള മഹാലക്ഷ്മി പൂജാ സ്റ്റോറിൽ അഗ്നിബാധ കണ്ടെത്തിയത്. ഇത് ഇവരൊരു ഹോൾസെയിൽ അല്ലെങ്കിൽ മൊത്ത വ്യാപാരികളാണ്. ഈ ജില്ലയിലുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് പൂജാ സാധനങ്ങൾ എത്തിക്കുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നാണ്. ഇതിനകത്ത് സൂക്ഷിച്ചിരുന്ന കർപ്പൂരം, ചന്ദനത്തിരി, നെയ്യ് ഇവയെല്ലാം ചേർന്ന് അഗ്നിക്കിരയായി. അതാണ് വലിയ തീപിടുത്തത്തിന് വഴിവെച്ചതെന്നാണ് അഗ്നിശമന വിഭാഗത്തിന്റെ കണ്ടെത്തൽ. നിലവിലെ സാഹചര്യത്തിൽ തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്. ഏകദേശം 2.5 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം അത് കൂടാതെ തന്നെ തിരുവനന്തപുരം നഗരത്തിലുള്ള 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ കെടുത്തിയത്. ഏകദേശം 4 മണിക്കൂർ സമയം വേണ്ടി വന്നിരുന്നു തീ കെടുത്താൻ. ഈ പൂജാ സാധനങ്ങൾ കത്തി അമർന്നതിനൊപ്പം തന്നെ ഇവ സൂക്ഷിച്ചിരുന്ന കെട്ടിടങ്ങൾക്കും വലിയ തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീ കെടുത്തിയതിനു ശേഷം പോലീസും അഗ്നിശമന സേനാംഗങ്ങളും അവിടുന്ന് പിന്മാറിയെങ്കിലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ സംഘം ഇവിടെ എത്തിച്ചേർന്ന് പരിശോധന നടത്തും. കാരണം ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പറയുന്നെങ്കിൽ പോലും ഒരു പക്ഷേ വളരെ വേഗത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് കർപ്പൂരവും നെയ്യും എല്ലാം തന്നെ. അപ്പോൾ മറ്റേതെങ്കിലും തരത്തില് ഒരു അട്ടിമറി ഈ സ്ഥലത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് ഇന്ന് വെളുപ്പിന് മുതൽ തന്നെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ആതിര. വ്യക്തമാണ്. ബിനോയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.